സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ചേർത്തുണ്ടാകുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2020 മത്സരിക്കുന്ന അഞ്ജലി നായർ പറഞ്ഞ ചില കാര്യങ്ങളാണ് രസകരമായി തോന്നിയത്. കേരളത്തെക്കുറിച്ച് ഒരു സാമാന്യ ബോധം പോലുമില്ലാത്ത മത്സരാർത്ഥികളാണോ നമ്മുടെ ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇവർ മത്സരിക്കുമ്പോൾ അവർ നിൽക്കുന്ന മണ്ഡലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥിയാവുന്ന ആ സംസ്ഥാനത്തെക്കുറിച്ചൊക്കെ ഒരു പൊതുബോധം ഉണ്ടായിരിക്കണമല്ലോ. പൊതുബോധം പൂജ്യമായിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് നമ്മുടെ മത്സര രംഗത്തേക്ക് വരുന്നതെന്ന് ഞാൻ അതിശയത്തോടെ ഓർക്കുകയാണ്. മാത്രമല്ല, ഈ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരില്ലേ, പകരം എല്ലാവരെയും സിനിമയിലോ സീരിയലിലോ ബിഗ് ബോസിലോ ഒക്കെ മത്സരിച്ചവരെയൊക്കെയാണ് ഇവർ സ്ഥാനാർത്ഥികളായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചേതോവിഹാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒരു നാടിനെ നയിക്കാൻ വേണ്ടത് ആ നാടിനെ അറിയുന്നവരാണ്, അതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച് ബോധമുള്ളവരാണ്. ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ വെറും സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ ബിഗ് ബോസിലൊക്കെ പ്രവർത്തിച്ചു എന്ന് വെച്ച് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള എന്ത് പൊതുബോധമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക? ഇങ്ങനെ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ എവിടെ പോയിരിക്കുകയാണ്? അവർക്കാർക്കും തന്നെ ഇലക്ഷന് നിൽക്കാൻ അവസരം ലഭിക്കാതെ ഇവരെ പോലെയുള്ള സിനിമാ നടിമാരോ ബിഗ് ബോസ് സ്ഥാനാർത്ഥികളോ കുറച്ച് ഫെയിമുള്ളവരൊക്കെ മത്സരിക്കുകയും ഇവർക്കിനി ജയിച്ചു വന്നാൽ എന്തായിരിക്കും ആ ഒരു ജനതയ്ക്ക് കിട്ടുക എന്നതും ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തറ സ്ഥാനാർത്ഥിയായിട്ടുള്ള 2020 ചക്ക അടയാളത്തിൽ മത്സരിക്കുന്ന അഞ്ജലി നായർ പറഞ്ഞ ചില മണ്ടത്തരങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ കേട്ടത്. നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതലേ തന്നെ ഇപ്പോഴൊന്നും തുടങ്ങിയ ഒരു 2, 3, 4, 5 വർഷമായിട്ടൊന്നും അല്ല ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് സ്കൂളുകളോട് ചേർന്ന് തന്നെയുള്ളത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പിന്നെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പക്ഷേ ഇന്നത് ചിലപ്പോൾ അത് കൂടിയിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് എന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ആ നാട്ടിൽ പോലും ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നിട്ടും അങ്ങനെ എനിക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഇപ്പോഴും ജീവിക്കുന്ന അഞ്ജലി നായർക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ല എന്നത് എന്നെ അതിശയിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ സമൂഹത്തെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ ഒന്നും പൊതു വിവരം പോലുമില്ലാത്ത മത്സരാർത്ഥികൾ എന്തുകൊണ്ടായിരിക്കും നമ്മളെ നാടിനെ നയിക്കാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് എൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അതിന് ഉത്തരം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ഒരു NDA അല്ലെങ്കിൽ BJP 2020 രാഷ്ട്രീയപരമായി പ്രവർത്തിച്ച ആരും തന്നെ മത്സരിക്കാനായിട്ട് അവസരം കൊടുത്തിട്ടില്ലേ? പകരം ഈ സിനിമ ബിഗ് ബോസ് ഫീൽഡിൽ നിന്നുള്ളവർക്ക് മാത്രമാണോ മത്സരിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്, അവസരം കൊടുത്തിരിക്കുന്നത്? എന്തായിരിക്കാം അതിൻ്റെ പിറകിലെ ചേതോ വിഹാരം? ജസ്റ്റ് ഫെയിം ഉണ്ട് എന്ന് വെച്ചിട്ട് അതിന് എല്ലാവരും ചെന്നിട്ട് വോട്ട് കുത്തുമെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? മലയാളി മനസ്സുകളെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അത്രയ്ക്കേ പൊതുവിവരമുള്ളൂ എന്നതാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തായാലും കുറച്ചുകൂടി ചിന്തിച്ചും പ്രവർത്തിച്ചുമൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തോടും രാഷ്ട്രീയത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരെ ആയിരുന്നു ഈ ഒരു NDA അല്ലെങ്കിൽ BJP 2020 ഒക്കെ മത്സരാർത്ഥികളാക്കേണ്ടിയിരുന്നത് എന്നതായിരുന്നു എൻ്റെ അഭിപ്രായം. എന്നാൽ തന്നെയുള്ളൂ ജയിക്കാനുള്ള കുറച്ചെങ്കിലും സാധ്യത. ഇല്ലെങ്കിൽ പൊതുവിവരമില്ലാത്തവരെ മലയാളികൾ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇവരിൽ ആരെങ്കിലും ജയിക്കുമോ എന്ന്. ഇവർ ആരെങ്കിലും നമ്മുടെ കുണ്ട്ര സ്ഥാനാർത്ഥി, ബിഗ് ബോസിൻ്റെ നായകൻ, രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, പിന്നെ അഞ്ജലി, പിന്നെ വേറെ ആരാണ് മത്സരിക്കുന്നത്? ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളാണല്ലോ പ്രധാനമായിട്ട് മത്സരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവരൊക്കെ ജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഈ ഒരു BJPയിലൊക്കെ അല്ലെങ്കിൽ 2020 പ്രവർത്തിച്ചിരുന്ന പാർട്ടി പ്രവർത്തകർ എവിടെയെന്നത് ചോദിച്ചു പോവുകയാണ്, ആരെയും കാണാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ പറയുക. BJPക്ക് എത്ര സീറ്റ് കിട്ടും ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ.